ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഹംപിയിലാണ്. നമ്മളിപ്പോൾ വിജയ വിട്ടല ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അവിടെ സ്റ്റോൺ ചാരിറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളവിടെ പോകുന്ന വഴിയിലാണ് പുഷ്കരണി റിവർ ഉള്ളത്. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പുഷ്കരണി റിവറിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാണ് പുഷ്കരണി റിവർ. ഒരു വലിയ റിവർ തന്നെയാണിത്. നല്ല ഗ്രീൻ കളറായിട്ടുള്ള ഒരു റിവറാണ്. ഇത് വിജയ വിട്ടല ടെമ്പിൾ ഹംപിയിലെ യുനെസ്കോ ലോക പ്രതീക സ്ഥലമായ ഈ വിജയ വിട്ടല ക്ഷേത്രം സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കൽരഥം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യ മികവിനും കലാചാതുരിക ഉത്തമ ഉദാഹരണമാണ്. ശില്പകലയുടെ ഒരു അത്ഭുതമായ ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ 3 പ്രധാനപ്പെട്ട ശിലാരഥങ്ങളിൽ ഒന്നാണിത്. മറ്റുള്ളവ കൊണാർക്കിലും മഹാബലിപുരത്തുമാണ്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായയുടെ ഭരണകാലത്താണ് ഈ രഥം നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലെ രഥത്തിൽ ആകൃഷ്ടനായ ശേഷമാണ് അദ്ദേഹം ഹംപിയിൽ ഇത് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡന് സമർപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ശ്രീകോവിലാണ് ഈ കൽരഥം. ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരു കാലത്ത് ഗരുഡൻ്റെ പ്രതിമയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ വിഗ്രഹമൊന്നുമില്ല. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണെന്ന് തോന്നുമെങ്കിലും ഒന്നിലധികം വലിയ ഗ്രാനൈറ്റ് കഷ്ണങ്ങൾ അതിവിദഗ്ധമായി യോജിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ രഹസ്യം പലപ്പോഴും ഗൈഡുകളിൽ സഞ്ചാരികൾക്ക് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. ഈ രഥത്തിൻ്റെ കൽചക്രങ്ങൾ ഒരു കാലത്ത് കറങ്ങുമായിരുന്നു. എന്നാൽ കേടുപാടുകൾ ഒഴിവാക്കാൻ അധികൃതർ പിന്നീട് അവ സിമൻ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചു. രഥത്തിൻ്റെ അടിത്തട്ടിൽ പുരാണ കഥകൾ ചിത്രീകരിക്കുന്ന കൊത്തുപണികളുണ്ട്. രഥം വലിക്കുന്ന 2 ആനകളെ രഥത്തിന് മുൻവശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചതാണെന്നും യഥാർത്ഥത്തിൽ ഇവിടെ കുതിരകളായിരുന്നുവെന്നും പറയപ്പെടുന്നു. കൽരഥം ഹംപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ 50 രൂപ നോട്ടിലും ഇത് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഈ ശിലാരഥം ആകർഷിക്കുന്നു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കലാപരമായ സമ്പന്നതയുടെയും ശില്പ വൈഭവത്തിൻ്റെയും പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. വിജയ വിട്ടല ക്ഷേത്രത്തിൻ്റെ ഈ കൽരഥം വിജയനഗര വാസ്തുവിദ്യയുടെ വിസ്മയകരമായ തെളിവാണ്. സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കു ശേഷം നൂറ്റാണ്ടുകളായി ഈ ശിലാരഥം അതിൻ്റെ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. കാലം അതിൽ വരുത്തിയ മാറ്റങ്ങളുണ്ടായിട്ടും അതിൻ്റെ സൗന്ദര്യവും ചരിത്ര പ്രാധാന്യവും ഒട്ടും കുറഞ്ഞില്ല. ഇത് കേവലം ഒരു ശിലാരഥമല്ല, മറിച്ച് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മഹത്തായ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. എല്ലാവർക്കും ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇവിടെ എല്ലാവരും വരാം. ഇനി അടുത്ത ടെമ്പിളിലെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ഓക്കെ, ബൈ.